കൂട്ടുകാരെ, നമുക്ക് ഇന്ന് 6ാം ക്ലാസ്സുകാരുടെ ബേസിക് സയൻസിൻ്റെ ക്ലാസ്സാണ് ഉണ്ടായിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഫാറ്റിനെ പറ്റിയിട്ടൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു അല്ലേ? ഒരു വർക്ക്ഷീറ്റാണ് ഉള്ളത്. അപ്പോൾ ഞാൻ ജസ്റ്റ് ഒന്ന് ഫാറ്റിനെ പറ്റി പറഞ്ഞു തരാം. ഞാൻ ഇതിന് ക്ലാസ് വിശദമായിട്ട് എടുക്കുന്നതാണ് കേട്ടോ. അപ്പോൾ ഞാൻ ജസ്റ്റ് ഒന്ന് പറയുന്നുള്ളൂ, നിങ്ങൾ നോക്കിയിരിക്കുക. ഞാൻ പറയാം. കൂട്ടുകാരെ, ഞാൻ ചെറിയൊരു വിശദീകരണം മാത്രമേ നൽകുന്നുള്ളൂ. ഒരു ഫാറ്റിനെ പറ്റിയിട്ട്, കൊഴുപ്പിനെ പറ്റിയിട്ടുള്ള ചെറിയ വിശദീകരണം തരാം. നമ്മുടെ വർക്ക്ഷീറ്റ് അതുമായി ബന്ധപ്പെട്ടുള്ളതാണല്ലോ. അപ്പോൾ അത് വെച്ചിട്ട് ഞാൻ ചെറുതായിട്ട് പറഞ്ഞു തരാം. ഞാൻ വിശദമായിട്ട് ഈ ക്ലാസ് ഒന്ന് എടുക്കുന്നതാണ്. എഡിറ്റിംഗ് എല്ലാം കഴിഞ്ഞിട്ടുണ്ട്, കുറച്ചുകൂടെ ഉണ്ട്. അപ്പോൾ അത് കഴിഞ്ഞിട്ട് ഞാനത് അപ്ലോഡ് ചെയ്യുന്നതാണ് കേട്ടോ. അപ്പോൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ഓക്കെ. ഫാറ്റ് അഥവാ കൊഴുപ്പ്. Here are the pictures of some food items we use every day. We do not eat any of this directly. Then how do they get into our body? എന്താണ് പറയുന്നത്? ഇവിടെ 3 ചിത്രങ്ങൾ കാണുന്നുണ്ട് അല്ലേ? എന്തൊക്കെയാണ്? ഗീ കാണുന്നുണ്ട്, നെയ്യ്, ഇങ്ങനെ എണ്ണ ആയിട്ടുള്ള സാധനങ്ങൾ, വെളിച്ചെണ്ണ, അങ്ങനത്തെയൊക്കെ, സൺഫ്ലവർ ഓയിൽ, അങ്ങനെയൊക്കെയാണ് അല്ലേ കാണുന്നത്. വി ഡു നോട്ട് ഈറ്റ് എനി ഓഫ് ദിസ് ഡയറക്റ്റ്ലി. നമ്മളിതൊന്നും ഡയറക്റ്റായിട്ട് കഴിക്കാൻ പാടില്ല. ദെൻ ഹൗ ഡു ദേ ഗെറ്റ് ഇൻ ടു അവർ ബോഡി. പിന്നെ എങ്ങനെയാണ് നമ്മുടെ ബോഡിയിൽ ഇത് എത്തുന്നത്? കൊഴുപ്പ് അഥവാ ഫാറ്റ് നാം നിത്യവും ഉപയോഗിക്കുന്ന ചില ഭക്ഷ്യവസ്തുക്കളാണ് ചിത്രത്തിൽ. ഇവ ഒന്നും നാം നേരിട്ട് കഴിക്കുന്നില്ലല്ലോ. പിന്നെ എങ്ങനെയാണ് ഇവ ശരീരത്തിനകത്ത് എത്തുന്നത്? എങ്ങനെയാണ്? ഓരോ ഐറ്റംസിൽ നമ്മൾ ഇത് ആഡ് ആക്കുമ്പോൾ അത് നമ്മുടെ ശരീരത്തിലെത്തുന്നു അല്ലേ? കറക്റ്റാണ്, നീ പറഞ്ഞ കറക്റ്റാണ് കേട്ടോ. അപ്പോൾ ഇത് ഏതൊക്കെ തരം ഭക്ഷണത്തിലാണ്? കൊഴുപ്പടങ്ങിയിട്ടുള്ള ഭക്ഷണം എന്നാണ് അതിന് പറയുക അല്ലേ? അതൊക്കെ നമുക്ക് നോക്കാം. അപ്പോൾ ഫസ്റ്റ് നിങ്ങൾ ടെക്സ്റ്റ് ബുക്ക് എല്ലാം ഓപ്പൺ ആക്കി എടുക്കുക കേട്ടോ. വിച്ച് ടൈപ്പ് ഓഫ് ഫുഡ് എനബിൾസ് ദ ബോഡി ടു ഗെറ്റ് ഓയിൽ ആൻഡ് ഗീ. ഇവിടെ കാണിക്കുന്ന ചിത്രത്തിൽ 4 ചിത്രം കാണാമല്ലോ. എന്തൊക്കെയുണ്ട്? പഴംപൊരി ഉണ്ട്, ചിക്കൻ ഫ്രൈ ഉണ്ട്, പിന്നെ ദോശ ഉണ്ട്, ദോശ ചമ്മന്തി, പിന്നെ ചിപ്സ് ഉണ്ട് അല്ലേ, ബനാന ചിപ്സ്. അപ്പം ഇതിലൊക്കെ ഇതുണ്ട്, കൊഴുപ്പ് അടങ്ങിയിട്ടുണ്ട് അല്ലേ? അതാണ് പറയുന്നത്. വിച്ച് ടൈപ്പ് ഓഫ് ഫുഡ് എനബിൾസ് ദ ബോഡി ടു ഗെറ്റ് ഓയിൽ ആൻഡ് ഗീ. നമ്മുടെ ശരീരത്തിൽ വിച്ച് ടൈപ്പ് ഓഫ് ഫുഡാണ് നമ്മുടെ ശരീരത്തിൽ ഓയിലും ഗീയും ഒക്കെ കയറ്റി വിടുന്നത്, എനബിൾ ചെയ്യുന്നത് എന്നാണ് ഉള്ളത്. ഇഫ് ദർ ഈസ് നോ ഫാറ്റ്. If there is no fat is one of the food constituents required by our body in small quantities. Meat, fish, milk products, egg, different kinds of peas, etc. contain fat. Different kinds of oils and ghee are fats extracted from many food items. Fat also provides energy like carbohydrates. Certain vitamins dissolve only in fat. To get these vitamins, it is essential to include fat in our diet. എന്താണ് പറയുന്നത്? നമുക്ക് നോക്കാം. ഏതുതരം ആഹാരം കഴിക്കുമ്പോഴാണ് എണ്ണയും നെയ്യും ഒക്കെ ശരീരത്തിനകത്ത് എത്തുന്നത്? ഏതുതരം ആഹാരം കഴിക്കുമ്പോഴാണ്? ഇവിടെ കാണിക്കുന്നുണ്ട് 4 ആഹാരങ്ങൾ. നമുക്ക് എക്സാമ്പിളായിട്ട് കാണിക്കുന്നതാണ്. പഴംപൊരി ഉണ്ട്, ചിക്കൻ ഫ്രൈ, ദോശ, പിന്നെ ബനാന ചിപ്സും ഉണ്ട് അല്ലേ, അതായത് ചിപ്സ്. ഇനി കൊഴുപ്പില്ലെങ്കിൽ എന്ന് പറഞ്ഞിട്ടുള്ള ഭാഗം ഉണ്ടായിരുന്നു, നമ്മളിപ്പോൾ വായിച്ചതാണ് അല്ലേ? നമുക്കൊന്ന് റീഡ് ചെയ്ത് നോക്കാം മലയാളത്തിൽ. നമ്മുടെ ശരീരത്തിന് കുറഞ്ഞ അളവിൽ ആവശ്യമായ ആഹാര ഘടകങ്ങളിൽ ഒന്നാണ് കൊഴുപ്പ്. നമ്മുടെ ശരീരത്തിൽ നമുക്ക് വേണ്ടത് മാംസ്യം, അങ്ങനെയൊക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നു അല്ലേ? അപ്പോൾ അങ്ങനെ കുറഞ്ഞ അളവിൽ ആവശ്യമായിട്ടുള്ള ആഹാര ഘടകങ്ങളിൽ ഒന്നാണ് നമ്മുടെ കൊഴുപ്പ് എന്ന് പറയുന്നത്. കൊഴുപ്പ് അല്ലെങ്കിൽ ഫാറ്റ്. മാംസം, മത്സ്യം, പാലുൽപ്പന്നങ്ങൾ, മുട്ട, വിവിധതരം പരിപ്പുകൾ തുടങ്ങിയവയിൽ കൊഴുപ്പ് അടങ്ങിയിരിക്കുന്നു. എന്തിലൊക്കെയാണ്? മാംസം, ചിക്കൻ, പിന്നെ മത്സ്യം, ഫിഷ്, പാല്, മിൽക്ക്, പാലുൽപ്പന്നങ്ങൾ എന്ന് പറഞ്ഞാൽ ഐസ്ക്രീം, അങ്ങനെയുള്ള പാൽ വെച്ചിട്ടുണ്ടാക്കുന്നുണ്ടാവുമല്ലോ, മിൽക്ക് കേക്കൊക്കെ ഉണ്ടാവുമല്ലോ, അതിലൊക്കെ എന്തുണ്ട്? കൊഴുപ്പുണ്ട്. പിന്നെ മുട്ടയിലുണ്ട്. പിന്നെ അതുപോലെ തന്നെ വിവിധതരം പരിപ്പുകളിലും ഉണ്ട് എന്നാണ് പറയുന്നത്, നട്ട്സിൽ. പിന്നെ തുടങ്ങിയവയിൽ കൊഴുപ്പ് എന്തുണ്ട്? അടങ്ങിയിട്ടുണ്ട്. വിവിധ തരം എണ്ണകൾ, നെയ്യ് തുടങ്ങിയവ പല ഭക്ഷ്യവസ്തുക്കളിൽ നിന്നും വേർതിരിച്ചെടുത്ത കൊഴുപ്പുകളാണ്. വിവിധ തരം എണ്ണകൾ, സൺഫ്ലവർ ഓയിൽ, നമ്മൾ അങ്ങനെയൊക്കെ കുറേ പഠിച്ചിട്ടുണ്ട്, ബദാം ഓയിൽ, അങ്ങനത്തെ ഒക്കെ പഠിച്ചിട്ടുണ്ടല്ലോ. അപ്പോൾ അങ്ങനെയുള്ള കുറേ തരത്തിലുള്ള എണ്ണ
ഓയിൽസ് ഉണ്ട്, നെയ്യുണ്ട് തുടങ്ങിയവ പല ഭക്ഷ്യവസ്തുക്കളിൽ നിന്നും എക്സാമ്പിളായിട്ട് ചിപ്സോ അങ്ങനെ എന്തെങ്കിലും എടുക്കാം. അതിൽ നിന്നൊക്കെ വേർതിരിച്ചെടുത്തിട്ടുള്ള കൊഴുപ്പുകളാണ്. ഓക്കെ, കാർബോഹൈഡ്രേറ്റിനെ പോലെ കൊഴുപ്പും ഊർജം പ്രദാനം ചെയ്യുന്ന ആഹാര ഘടകമാണ്. നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നു കാർബോഹൈഡ്രേറ്റിനെ പറ്റിയിട്ട് അല്ലേ. അപ്പോൾ ഈ കാർബോഹൈഡ്രേറ്റിനെ പോലെ തന്നെ കൊഴുപ്പും എന്ത് ചെയ്യുന്നുണ്ട്, ഊർജം പ്രദാനം ചെയ്യുന്ന ഒരു ആഹാര ഘടകമാണ്. ഓക്കെ, ചില വിറ്റാമിനുകൾ കൊഴുപ്പിൽ മാത്രമേ ലയിക്കൂ. ചില വിറ്റാമിനുകളുണ്ട്, വിറ്റാമിൻ എ, 2K ഒക്കെ നമ്മൾ പഠിച്ചിട്ടുള്ളതാണ് അല്ലേ. അപ്പോൾ ചില വിറ്റാമിനുകളൊക്കെ കൊഴുപ്പിൽ മാത്രമേ ലയിക്കുള്ളൂ. ഓക്കെ, ഈ വിറ്റാമിനുകൾ ലഭിക്കണമെങ്കിൽ ഭക്ഷണത്തിൽ കൊഴുപ്പ് ഉൾപ്പെടുത്തേണ്ടതുണ്ട്. നമ്മൾക്ക് ഈ വിറ്റാമിനൊക്കെ നമ്മുടെ ശരീരത്തിൽ എത്തണമെന്നുണ്ടെങ്കിൽ നമ്മുടെ ഭക്ഷണ രീതിയിൽ കൊഴുപ്പ് കൂടെ ഉൾപ്പെടുത്തണം. കൂടുതലാവരുത്, കുറച്ചില്ല. നമ്മളടുത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു നമ്മുടെ ശരീരത്തിന് കുറഞ്ഞ അളവിൽ ആവശ്യമായ ആഹാര ഘടകമാണ് കൊഴുപ്പ് എന്ന് പറയുന്നത്. പിന്നെ ഇവിടെ നോക്കിക്കേളൂ, how slimy it is when the lady's finger is chopped. There is a lot of fat in it, isn't it? ഇതൊരു ഗേൾ പറയാണ്, വെണ്ട മുറിച്ചാൽ നല്ല വഴുവഴുപ്പുണ്ടല്ലോ, വെണ്ടയിൽ ധാരാളം കൊഴുപ്പില്ലേ എന്നാണ് ചോദിക്കുന്നത്. ലിസൺ ടു റീഫാസ് ഡൗട്ട്. നമ്മുടെ റീഫയുടെ ഡൗട്ട് ഒന്ന് നോക്കിക്കോളൂ, ശ്രദ്ധിച്ചോ നിങ്ങൾ. ഓക്കെ, വാട്ട് ഈസ് യുവർ ഒപ്പീനിയൻ അബൌട്ട് ഇറ്റ്? നിങ്ങളുടെ ഒപ്പീനിയൻ എന്താണ് അതിനെ പറ്റിയിട്ടുള്ളത്? ഹൗ ക്യാൻ വി ഡിറ്റക്റ്റ് ദ പ്രസൻസ് ഓഫ് ഫാറ്റ് ഇൻ ഫുഡ് ഐറ്റംസ്? നമുക്ക് എങ്ങനെയാണ് വാട്ട് ഈസ് യുവർ ഒപ്പീനിയൻ അബൌട്ട് ഇറ്റ്? അതിൻ്റെ ഒപ്പീനിയൻ എന്താണ് നിങ്ങളുടെ? ഹൗ ക്യാൻ വി ഡിറ്റക്റ്റ് ദ പ്രസൻസ് ഫാറ്റ് ഇൻ ഫുഡ് ഐറ്റംസ്? നമുക്ക് എങ്ങനെയാണ് മനസ്സിലാക്കാൻ പറ്റുക ഫുഡ്സിൽ ഇങ്ങനെയുള്ള എന്താണ് നമ്മളിപ്പോൾ പഠിച്ചിട്ടുള്ള ഈ കൊഴുപ്പിൻ്റെ സാന്നിധ്യം ഉണ്ടെന്ന് നമുക്ക് എങ്ങനെ മനസ്സിലാക്കാം എന്നാണ്. pour a few drops of oil on a white paper. നമ്മളൊരു വൈറ്റ് പേപ്പറിൽ കുറച്ച് ഓയിൽ ഒരു ഡ്രോപ്പ് ഓയിൽ ഒന്ന് ഒറ്റിക്കുക. ലെറ്റ് ഇറ്റ് ഡ്രൈ ഇൻ ദി സൺ ആൻഡ് ഒബ്സർവ്. അതൊന്ന് സണ്ണിൽ വെയിലത്ത് ഒന്ന് ഉണക്കാൻ വെക്കുക, എന്നിട്ടൊന്ന് ഒബ്സർവ് ചെയ്യൂ. ഡു യു സീ എനി ഡിഫറൻസ് ഓൺ ദി ഏരിയ വെയർ ഓയിൽ ഈസ് അപ്ലൈഡ്? നിങ്ങൾക്ക് എന്തെങ്കിലും കാണാൻ പറ്റുന്നുണ്ടോ? എന്തെങ്കിലും ഒരു സ്പെഷ്യാലിറ്റി ഡിഫറൻസ് തോന്നുന്നുണ്ടോ ഈ ഓയിൽ സ്പ്രെഡ് ചെയ്ത ഭാഗത്ത്? നിങ്ങൾക്ക് എന്തെങ്കിലും ഉണ്ടോ? നൗ സ്ക്രബ് ലേഡീസ് ഫിംഗർ ടു എ പേപ്പർ ആൻഡ് എക്സാമിൻ. ഇനി നിങ്ങൾ ഒരു ലേഡീസ് ഫിംഗർ നമ്മുടെ റീഫൈഡ് ഔട്ടിന് വേണ്ടിയിട്ട്, ഇപ്പോൾ ഓയിൽ നമ്മൾ സൺലൈറ്റിൽ ചെയ്തു അല്ലേ, അപ്പോൾ ഇത് ഒരു കൊഴുപ്പിൻ്റെ ഇതാണെന്ന് മനസ്സിലാവുന്ന രീതിയാണ്. ഇപ്പോൾ നമ്മൾ എന്തെങ്കിലും ഒരു ഭക്ഷണ പലഹാരം പേപ്പറിൽ പൊതിഞ്ഞു എന്ന് കരുതുക. എക്സാമ്പിളായിട്ട് പഴംപൊരിയോ ചിപ്സോ അങ്ങനെ എന്തെങ്കിലും നമ്മൾ കടയിൽ നിന്ന് വാങ്ങിക്കൊണ്ട് വരുമ്പോൾ പേപ്പറിലൊക്കെ പൊതിഞ്ഞു കൊണ്ടുവരുമല്ലോ. അപ്പോൾ അതുപോലെ പേപ്പറിൽ പൊതിഞ്ഞു വരുന്ന എന്തെങ്കിലും സാധനം ഒന്ന് തുറന്ന് നോക്കുക, എന്നിട്ട് ആ പേപ്പർ ഒന്ന് ഒബ്സർവ് ചെയ്യുക. അപ്പോൾ നിങ്ങൾക്ക് എന്ത് കാണാം? ഒരു എണ്ണമയം ഫീൽ ചെയ്തിട്ടുള്ള ഒരു നനഞ്ഞ ഫീലിംഗ് ഒക്കെ ഉണ്ടാവും ആ ഒരു പേപ്പറിന്. ഓക്കെ, നിങ്ങൾക്കിത് എന്താണെന്ന് മനസ്സിലാവും. നൗ സ്ക്രബ് ലേഡീസ് ഫിംഗർ ടു എ പേപ്പർ ആൻഡ് എക്സാമിൻ. നിങ്ങൾ എന്ത് ചെയ്യുക? ഇനി ഒരു ലേഡീസ് ഫിംഗർ ജസ്റ്റ് ഒന്ന് സ്ക്രബ് ചെയ്യുക, പേപ്പറിൽ സ്ക്രബ് ചെയ്യുക. എന്നിട്ട് എക്സാമിൻ ഡിഫറെൻറ്റ് ഫുഡ് ഐറ്റംസ് ഇൻ ദിസ് വേ ആൻഡ് റൈറ്റ് യുവർ ഇൻഫറൻസ് ഇൻ ദി സയൻസ് ഡയറി. എന്നിട്ട് നിങ്ങൾക്ക് ഇൻഫറൻസ് സയൻസ് ഡയറിയിൽ എഴുതാം. അത് നിങ്ങളൊന്ന് ചെക്ക് ചെയ്ത് നോക്കിയാൽ മതി കേട്ടോ. ഡിറ്റക്റ്റ് ഫാറ്റ്, അതാണ് അടുത്ത ഭാഗം. റബ് എനി ഫുഡ് ഐറ്റം ഓൺ എ പേപ്പർ. എന്തെങ്കിലും ഒരു ഫുഡ് ഐറ്റം ഒന്ന് റബ്ബ് ചെയ്യുക ഒരു പേപ്പറിൽ. ഇഫ് ദ പേപ്പർ ഈസ് ഓയിലി ഈവൻ after it is dried, we may conclude that the food contain fat. നമുക്കത് മനസ്സിലാവും. ഓയിലി ആണെങ്കിൽ അതൊന്ന് ആ ഓയിൽ പോലത്തെ എന്തെങ്കിലും ഫുഡ് ഐറ്റം നമ്മളത് ഒന്ന് റബ്ബ് ചെയ്ത ശേഷം അതൊന്ന് ഉണക്കാൻ വെച്ച് നോക്കിക്കഴിഞ്ഞാൽ ഓയിലി ആണെങ്കിൽ നമുക്ക് മനസ്സിലാവും എന്താണത്, ഫാറ്റാണെന്ന്. നമ്മൾ നേരത്തെ പറഞ്ഞ ഒരു ഐറ്റം തന്നെ ചൂസ് ചെയ്യാം. എന്തെങ്കിലും സാധനം പുറത്തുനിന്ന് വാങ്ങിക്കൊണ്ടുവരുമ്പോൾ പേപ്പറിൽ പൊഞ്ഞിട്ട് കൊണ്ടുവരുമല്ലോ ഫുഡ് ഐറ്റംസൊക്കെ. ഓക്കെ, എണ്ണ പലഹാരങ്ങളൊക്കെ. അപ്പോൾ അത് നോക്കിയാൽ മതി കേട്ടോ. അതുപോലെ നമുക്ക് ചെയ്ത് നോക്കാം. അപ്പോൾ ഇത് നോക്കുകയാണെങ്കിൽ നമ്മുടെ റീഫ പറയാണ്, വെണ്ട മുറിച്ചാൽ നല്ല വഴുവഴുപ്പുണ്ടല്ലോ, വെണ്ടയിൽ ധാരാളം കൊഴുപ്പില്ലേ? റീഫയുടെ സംശയം കേട്ടില്ലേ? നിങ്ങളുടെ അഭിപ്രായം എന്താണ്? ഒരു ഭക്ഷ്യവസ്തുവിൽ കൊഴുപ്പുണ്ടോ എന്ന് എങ്ങനെ കണ്ടെത്താം? ഈ പ്രവർത്തനം ചെയ്തു നോക്കൂ. ഒരു വെള്ള പേപ്പറിൽ ഏതാനും തുള്ളി എണ്ണ വീഴ്ത്തൂ. പേപ്പർ വെയിലത്ത് വെച്ച് ഉണക്കിയ ശേഷം നിരീക്ഷിക്കൂ. എണ്ണ പറ്റിയ ഭാഗത്ത് വ്യത്യാസം കാണുന്നുണ്ടോ? ഞാനത് പറഞ്ഞു തരേണ്ട ആവശ്യമില്ലല്ലോ, ഞാൻ പറഞ്ഞതാണല്ലേ. ഇതുപോലെ വെണ്ടയും പേപ്പറിൽ ഉരച്ച് പരിശോധിക്കൂ.
വിവിധ ഭക്ഷ്യവസ്തുക്കൾ ഈ രീതിയിൽ പരിശോധിച്ച് നിരീക്ഷണ ഫലം ശാസ്ത്ര പുസ്തകത്തിൽ എന്ത് ചെയ്യണം, നമ്മളെടുത്ത് എഴുതാനാണ് പറഞ്ഞിട്ടുള്ളത്. നമുക്ക് വേണ്ട, നിങ്ങളുടെ മിസ്സ് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ചെയ്താൽ മതി. ഓക്കെ. കൊഴുപ്പുണ്ടെങ്കിൽ ഭക്ഷ്യവസ്തു ഒരു പേപ്പറിൽ ഉരയ്ക്കുക. നമ്മൾ എന്തെങ്കിലും ഒരു ഭക്ഷ്യവസ്തു ഒരു പേപ്പറിൽ വരയ്ക്കുക. നിങ്ങൾ പൊഴിഞ്ഞാലും മതി കേട്ടോ. എന്നിട്ട് ആ പേപ്പർ മാറ്റിയിട്ട് ഉണക്കാൻ വെക്കുക. ഉണങ്ങിയ ശേഷം ആ പേപ്പറിൽ എണ്ണയുടെ പാട് കാണുന്നുണ്ടെങ്കിൽ, അത് ആ പേപ്പറിൽ എണ്ണയുടെ വല്ല പാടോ എന്തെങ്കിലും കാണുന്നുണ്ടെങ്കിൽ ആ ഭക്ഷ്യവസ്തുവിൽ കൊഴുപ്പ് അടങ്ങിയിരിക്കുന്നു എന്ന് മനസ്സിലാക്കാം. ഓക്കെ. അപ്പോൾ നമുക്ക് കൊഴുപ്പിനെ പറ്റി മനസ്സിലായി. ഇനി കൊഴുപ്പ് കുറച്ച് കൂടിപ്പോയാൽ എന്തുണ്ടാവും എന്ന് നോക്കാം. ഇഫ് ഇൻ എക്സസ്, ഐ ഗോട്ട് മൈ ബ്ലഡ് ടെസ്റ്റഡ് യെസ്റ്റർഡേ. ഞാൻ ഇന്നലെ എൻ്റെ ബ്ലഡ് ഒന്ന് ടെസ്റ്റ് ചെയ്തു. ഒരാൾ പറയാണ് ദ കൊളസ്ട്രോൾ ഈസ് ഹൈ. കൊളസ്ട്രോൾ ഹൈ ഇതിലാണുള്ളത്, കൊളസ്ട്രോൾ കൂടുതലാണ്. ലാബ് റിപ്പോർട്ട് എന്ന് പറഞ്ഞിട്ട് ഒരു ടാബിൾ കൊടുത്തിട്ടുണ്ട് അല്ലേ. പിന്നെ ടെസ്റ്റ്, ബ്ലഡ് ഷുഗർ ടെസ്റ്റ് ചെയ്തു. ടെസ്റ്റിൻ്റെ ഓരോ ടെസ്റ്റിൻ്റെ നെയിമാണ് തന്നിട്ടുള്ളത്, അതിൻ്റെ വാല്യൂ പറയുന്നുണ്ട്. പിന്നെ നോർമലാണ്, നോർമലിൻ്റെ ഇതാണ് പറഞ്ഞിട്ടുള്ളത്. ബ്ലഡ് ഷുഗർ എത്രയാണ്? 80 വാല്യൂ. നോർമൽ 70 to 110 mg or dl. ഓക്കെ. പിന്നെ കൊളസ്ട്രോളാണ്, വാല്യൂ 230. പിന്നെ നോർമൽ അപ് ടു 200 mg ആൻഡ് dl. ഓക്കെ. ലുക്ക് അറ്റ് ദി ലാബ് റിപ്പോർട്ട്. നിങ്ങൾ ആ ലാബ് റിപ്പോർട്ട് ഒന്ന് ശ്രദ്ധിച്ചേ. വാട്ട് ഈസ് ദ നോർമൽ ലെവൽ ഓഫ് കൊളസ്ട്രോൾ? എന്താണ് കൊളസ്ട്രോളിൻ്റെ നോർമൽ ലെവൽ? അതെ, അപ് ടു 200 mg dl അപ് ടു ആണ് അല്ലേ, മുകളിലോട്ടുള്ളതാണ് നോർമലായിട്ടുള്ളതെന്നാണ് പറയുന്നത് അല്ലേ. അപ്പോൾ ഇദ്ദേഹത്തിൻ്റെ വാല്യൂ എത്രയാണ്? 230 ഇദ്ദേഹത്തിൻ്റെ ഒരു ടെസ്റ്റ് ചെയ്തതിൻ്റെ വാല്യൂ ഉള്ളത്. ഓക്കെ. അപ്പോൾ ഇനി ഫാറ്റ് ആൻഡ് കൊളസ്ട്രോൾ എന്ന് പറഞ്ഞിട്ടൊരു ഭാഗമുണ്ട്, കൊഴുപ്പും കൊളസ്ട്രോളും. കൊളസ്ട്രോൾ ഈസ് വൺ ഫോം ഓഫ് ഫാറ്റ്. കൊളസ്ട്രോൾ എന്താണ്? ഒരു വൺ ഫോമാണ്, ഫാറ്റിൻ്റെ ഒരു ഫോമാണ് കൊളസ്ട്രോൾ എന്ന് പറയുന്നത്. ബിസൈഡ്സ് obtaining from food, the body also produces cholesterol. If the level of cholesterol becomes high, it adheres to the inner walls of the blood vessels and prevents the flow of blood. This leads to cardiac disease. Hence, taking exercise, fatty food ഈസ് നോട്ട് അഡ്വിസബിൾ. എന്താ പറയുന്നത്? നമുക്കൊന്ന് മലയാളം നോക്കും കുറച്ചുകൂടി വ്യക്തമായിട്ട് മനസ്സിലാവാൻ വേണ്ടിയിട്ട് അല്ലേ. കൊഴുപ്പും കൊളസ്ട്രോളും. കൊളസ്ട്രോൾ കൊഴുപ്പിൻ്റെ ഒരു രൂപമാണ്, ഭക്ഷണത്തിൽ നിന്നു ലഭിക്കുന്നത് കൂടാതെ ശരീരം സ്വയം കൊളസ്ട്രോൾ നിർമ്മിക്കുന്നുമുണ്ട്. നമുക്ക് ഭക്ഷണത്തിൽ നിന്ന് കിട്ടുന്ന, നമ്മളിപ്പോൾ ചിപ്സോ എന്തെങ്കിലുമൊക്കെ കഴിച്ചു നേരത്തെ പറഞ്ഞു അല്ലേ, അപ്പോൾ അത് കഴിക്കുമ്പോൾ അതിൽ നിന്ന് കിട്ടുന്ന കൊഴുപ്പും പിന്നെ നമ്മുടെ ശരീരം ഉണ്ടാക്കുന്നുണ്ട് കൊളസ്ട്രോൾ, അതിൻ്റെ കൊഴുപ്പും അതിൽ നിന്നുണ്ടായിരുന്ന കൊളസ്ട്രോളും പിന്നെ ശരീരം ഉണ്ടാക്കുന്ന കൊളസ്ട്രോളൊക്കെ നിർമ്മിക്കുന്നുണ്ട്. ഓക്കെ. കൊളസ്ട്രോൾ അധികമായാൽ, ഇങ്ങനെ കൊളസ്ട്രോൾ അധികമായി കഴിഞ്ഞാൽ അത് രക്തക്കുഴലുകളുടെ ഉൾഭിത്തിയിൽ പറ്റിപ്പിടിച്ച് രക്തത്തിൻ്റെ ഒഴുക്കിനെ തടസ്സപ്പെടുത്തുന്നു. എന്താണ് പറയുന്നത്? ഇങ്ങനെയുള്ള കൊളസ്ട്രോൾ അധികമായി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മുടെ രക്തക്കുഴലുകളുണ്ട്, ഓക്കെ, അതിൻ്റെ ഉള്ളിലുള്ള ഭിത്തിയിൽ പറ്റിപ്പിടിച്ചിട്ട്, അത് ഒട്ടിപ്പിടിച്ചിട്ട് രക്തത്തിൻ്റെ രക്തം ഒഴുകുന്നതിനെ തടസ്സപ്പെടുത്തും, നിർത്താനുള്ള ഒരു തടസ്സപ്പെടുത്തും. ഇത് ഹൃദ്രോഗങ്ങൾക്കു കാരണമാകും. ഇതൊക്കെ കാരണം ഹൃദ്രോഗങ്ങളൊക്കെ ഉണ്ടാകും, ഹേർട്ടായിട്ടുള്ള ഡിസീസുകളെല്ലാം ഉണ്ടാകും. അതുകൊണ്ട് കൊഴുപ്പ് അടങ്ങിയ ഭക്ഷണം കൂടുതൽ കഴിക്കുന്നത് ഗുണകരമല്ല. കൂടുതലാവും പറ്റില്ല, നന്നായിട്ട് കുറവാകാനും പറ്റില്ല. ഒരു മിതമായിട്ടുള്ള രീതിയിലാണ് നമ്മൾ കൊഴുപ്പടങ്ങിയിട്ടുള്ള ഭക്ഷണങ്ങൾ കഴിക്കേണ്ടത്. നമുക്ക് ശരീരത്തിന് നല്ലതാണ്, പക്ഷെ കൂടിപ്പോയാൽ അത് അപകടമാണ്. ഓക്കെ. വറുത്തെടുത്ത ആഹാര വസ്തുക്കൾ നിങ്ങൾക്ക് കൂടുതൽ ഇഷ്ടമല്ലേ? ഇത് കൂടുതൽ കഴിക്കുമ്പോൾ കൊഴുപ്പിൻ്റെ അളവിൽ എന്തു വ്യത്യാസമാണ് ഉണ്ടാവുക? കൊളസ്ട്രോളിൻ്റെ അളവ് നിയന്ത്രിച്ചു നിർത്തുന്നതിന് ആഹാരത്തിൽ എന്തു ക്രമീകരണമാണ് വരുത്തേണ്ടത്? ചർച്ച ചെയ്ത് ശാസ്ത്ര പുസ്തകത്തിൽ എഴുതും. അതൊന്നും നോക്കേണ്ട ആവശ്യമില്ല. ഓക്കെ. അപ്പോൾ നിങ്ങൾക്ക് ഫാറ്റിനെ പറ്റിയിട്ട് മനസ്സിലായല്ലോ, കൊഴുപ്പിനെ പറ്റിയിട്ട്. ഓക്കെ, ഇത്ര മതി. ഇനി നമുക്ക് ആ പ്രവർത്തനം ഒന്ന് നോക്കിക്കളയാം അല്ലേ.
ആകെ ഒരു പ്രവർത്തനമാണ് ഉണ്ടായിരുന്നത്, അതുകൊണ്ടാണ് ഞാൻ ഒന്ന് വിശദീകരിച്ചത്. ഓക്കെ. ഫുഡ് ഐറ്റംസ് റിച്ച് ഇൻ ഫാറ്റ്, കൊഴുപ്പ് ധാരാളമായിട്ട് അടങ്ങിയ ആഹാര വസ്തുക്കളാണ് ചോദിച്ചിട്ടുള്ളത്. ഗീ റോസ്റ്റ്, നെയ് റോസ്റ്റ് ഉണ്ടാവില്ല, നമ്മൾ കഴിച്ചിട്ടുണ്ട്. ആ നെയ് റോസ്റ്റ് ഇതിൽ പെട്ടതാണ്. പിന്നെ കാഷ്യൂ നട്ട്, അണ്ടിപ്പരിപ്പ് ഇതിൽ പെട്ടതാണ്. ഈ 2 എക്സാമ്പിൾസാണ് തന്നിട്ടുള്ളത്. അപ്പോൾ ഇതിൻ്റെ ആൻസർ ഒന്ന് നോക്കാം അല്ലേ. അപ്പം നിങ്ങൾക്ക് ഇഷ്ടമുള്ളതൊക്കെ ഇതിൽ എഴുതാം കേട്ടോ. എണ്ണ അടങ്ങിയിട്ടുള്ളത് നിങ്ങൾക്ക് എഴുതാം. ഞാനിവിടെ എഴുതിയിട്ടുള്ള കാണിച്ചു തരാം. ബിരിയാണി, ബനാന ചിപ്സ്, പിന്നെ പീനട്ട്, ബിസ്ക്കറ്റ്, കേക്ക്. ഓക്കെ, കേക്കിലൊക്കെ ഉണ്ട് ആഡ് ചെയ്യുന്നത് നിങ്ങൾ കണ്ടിട്ടുണ്ടാവുമല്ലോ. ബിരിയാണി, ബനാന ചിപ്സ്, കടല, ബിസ്ക്കറ്റ്, കേക്ക്, ഇതിലൊക്കെ അടങ്ങിയിട്ടുണ്ട്. നിങ്ങൾക്ക് ഇനി എക്സാമ്പിൾസൊക്കെ എഴുതാവുന്നതാണ്. അപ്പോൾ ഇന്നത്തെ ക്ലാസ് ഇത്രയേ ഉള്ളൂ. അപ്പോൾ അടുത്തൊരു ദിവസം നല്ലൊരു ക്ലാസ്സുമായി കാണുന്നതിലേക്കും ബൈ, സീ യു സൂൺ.